നിങ്ങൾ എന്തിനു പക്ഷം പിടിക്കുന്നു ഗോപികൃഷ്ണൻ? ഗോപികൃഷ്ണൻ കേൾക്കൂ, ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി കാര്യങ്ങൾ പറയാം. താങ്കൾക്ക് എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ഞാനത് കൃത്യമായി മറുപടി പറയും. നിങ്ങളാണത് ജയിച്ചതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങളാണ് SFIക്കാരെ കൊണ്ട് ഗവർണറെ തടയിച്ചതെന്ന് ഞാൻ പറയില്ല. നിങ്ങളാണ് ആ SFIക്കാരെ അവിടെ എത്തിച്ചതെന്നും അവരെ ഗവർണറെ തടയിച്ചതെന്നും അതിൻ്റെ പേരിൽ വീഡിയോ എടുത്തതെന്നും ഞാൻ പറയില്ല. കാരണം സ്വാഭാവികമാണ്, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ സംഘർഷം ഉണ്ടാകാറുണ്ട്, അത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അവരൊക്കെ അറിയിക്കാറുണ്ട്, ചാനലുകാർ അവിടെ പോകാറുണ്ട്. അതൊക്കെ അതിൻ്റെ ഭാഗമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് അനിൽകുമാറിനെ പോലുള്ളവരൊന്നും മാനത്തുനിന്ന് പൊട്ടി വീണ ഒരുപക്ഷെ ആയിരിക്കാം സംസ്ഥാന കമ്മിറ്റിയിലേക്കൊക്കെ വന്നത്. ഏതായാലും അദ്ദേഹവും വിദ്യാർത്ഥി യുവജന രംഗത്തോട് വന്നിട്ടുള്ള ആളാണല്ലോ, അദ്ദേഹത്തിന് ഇത് അറിയേണ്ടതാണ്. ഒരുപക്ഷെ അറിയില്ലായ്മ നടിക്കുന്നതായിരിക്കാം. നോക്കൂ, ഇവിടെ എത്ര ഗൗരവമുള്ള ആക്ഷേപമാണ് താങ്കൾക്കെതിരെ, താങ്കളുടെ ചാനലിനെതിരെ അനിൽകുമാറിനെ പോലുള്ള ആൾ പറഞ്ഞത്. അവർ പറഞ്ഞത് ഈ സമരങ്ങളെല്ലാം ഷൂ എറിയുന്നത് ഉൾപ്പെടെയുള്ള സമരങ്ങൾ ചെയ്യിച്ചത് 24 ചാനലാണ് എന്ന് പറഞ്ഞിട്ടും താങ്കൾ ഒരു അക്ഷരം വേണ്ടിയില്ല എന്നുള്ളതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. ഏതായാലും താങ്കളുടെ ഊഴത്തിൽ താങ്കൾ അത് തിരുത്തുമായിരിക്കാം, അവിടെ നിൽക്കട്ടെ. അല്ലല്ല, ഞാൻ അപ്പോൾ തന്നെ തിരുത്തിയിട്ടുണ്ട് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അപ്പോൾ തന്നെ ഞാൻ തിരുത്തിയിട്ടുണ്ട്. ഓക്കെ വെൽ ആൻഡ് ഗുഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ എപ്പോഴാണ് കാസർഗോഡ് ജില്ലയിൽ ഈ പറഞ്ഞ താങ്കൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു, 18 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എനിക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് താങ്കൾ മറക്കരുത്. ഇവിടെ കാസർഗോഡ് ജില്ലയിൽ ഈ നവകേരള യാത്ര പോയപ്പോൾ ഒരു അത്യാഹിത സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. കണ്ണൂർ ജില്ലയിലേക്ക് കടന്നപ്പോൾ കണ്ണൂർ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ അകാരണമായി പോലീസ് കസ്റ്റഡിയിൽ വെക്കുകയും അവർക്ക് ഭക്ഷണം പോലും നൽകാതെ, വെള്ളം പോലും നൽകാതെ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ചപ്പോൾ സ്വാഭാവികമായ പ്രതികരണം എന്ന നിലയിൽ അവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിച്ചു. അവർ ആ റോഡിൽ ഇറങ്ങുന്ന 2-3 ചെറുപ്പക്കാർ അവർ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് കരിങ്കൊടി കാണിച്ചു. ആ കരിങ്കൊടി കാണിച്ചപ്പോൾ തുടങ്ങിയ പ്രതിഷേധമാണ് ഈ സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കരിങ്കൊടി കാണിച്ചപ്പോൾ അവരെ ചെടിച്ചട്ടി വെച്ചും അവരെ ഹെൽമറ്റ് വെച്ചുമൊക്കെ തകർത്തത് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും അവിടെ അത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അതിനെ സംബന്ധിച്ച് ചോദ്യമുണ്ടാകും. മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങൾ നമ്മുടെ മുമ്പിൽ അന്ന് മുതൽ ഇന്ന് വരെ നിൽപ്പുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് അത് ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നുവെന്നും അത് ശ്ലാഘനീയമാണെന്നും അത് ആവർത്തിക്കേണ്ടതാണെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ പോലും ഞാൻ എൻ്റെ സംരക്ഷണത്തെ സംബന്ധിച്ച് എൻ്റെ ഈ യാത്രയുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ പരിപാടിയാണ്, അതിന് സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വം പോലീസിനാണ്, പോലീസ് നോക്കിക്കൊള്ളും, DYFIക്കാരോ SFIക്കാരോ ഇതിൽ ഇടപെടേണ്ടതില്ല എന്ന ഉത്തരവാദിത്വപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട സ്റ്റേറ്റ്മെൻറ്റിന് പകരം അവരെ എൻഡോസ് ചെയ്തുകൊണ്ട് നിങ്ങൾ നാളെ മുതൽ ഇത് ചെയ്തുകൊള്ളൂ എന്നുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ കണ്ടത്, അല്ലേ? അപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിൻ്റെ ഒരു മനോനില, അദ്ദേഹത്തിൻ്റെ ഇതിനോടുള്ള ഒരു ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി, ഇതൊക്കെ നമ്മളവിടെ കാണേണ്ടതുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് അവിടെ മുതൽ ആരംഭിക്കുന്നതാണ് ഈ പ്രശ്നം, അല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ അപ്പോൾ ഞങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ഞങ്ങളുടെ പ്രവർത്തകരെ അകാരണമായി പോലീസ് തല്ലിച്ചതച്ചപ്പോൾ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ കണ്ടത് പിടിച്ചു മാറ്റുന്നതാണ്. അവർ വാഹനത്തിന് മുന്നിലേക്ക് ആത്മഹത്യ ശ്രമിച്ചു വന്നപ്പോൾ ഞാൻ പിടിച്ചു മാറ്റുന്നതാണ് കണ്ടത്. ബാക്കി ഞാൻ കാണാത്തതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും ഉത്തരം കിട്ടാതെ പോകും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. അത് മാത്രമല്ല ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എന്റെ അംഗരക്ഷകന്റെ ജോലിയാണ് എന്നെ സംരക്ഷിക്കുക, എന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ്. ആ കൃത്യനിർവഹണമാണ് അവിടെ കണ്ടതെന്നാണ് അദ്ദേഹം. നെടുങ്കണ്ടത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു. ഈ കാര്യം അദ്ദേഹം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. നെടുങ്കണ്ടത്ത് ഒരു പത്ര ഫോട്ടോഗ്രാഫർ വരുമ്പോൾ അത് അസ്വാഭാവികമായ ഒരു വരവാണ് അവിടെ തടഞ്ഞു നിർത്തി. താങ്കൾ കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞത്. ഞാൻ കേട്ടു. ഞാൻ അതിലേക്കാണ് വരുന്നത്, നേരെ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ നോക്കൂ, അവിടെ വെച്ച് അവസാനിപ്പിക്കാമായിരുന്ന വിഷയം അങ്ങനെ പാടില്ല, അങ്ങനെ ചെടിച്ചട്ടി എടുത്ത് അടിക്കാൻ പാടില്ല, അങ്ങനെ ഹെൽമെറ്റ് വെച്ച് അടിക്കാൻ പാടില്ല, അവർ പ്രതിഷേധിച്ചോട്ടെ, അവർ കരിങ്കൊടി കാണിച്ചു കൊള്ളട്ടെ എന്നൊരു നിലപാട് മുഖ്യമന്ത്രി എടുത്തിരുന്നെങ്കിൽ അവിടെ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ, അന്നുകൊണ്ട് തീരുമായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം മുതൽ അവരെ പ്രകോപിപ്പിച്ച് DYFIക്കാരെ കൊണ്ട് ഇനിയും നിങ്ങൾ അടിക്കണം എന്ന് അവർക്ക് ഉത്തേജനം നൽകി ഈ സംഘർഷം മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത് മുഖ്യമന്ത്രിയാണ് ഇതിൽ ഒന്നാം പ്രതി എന്ന കാര്യത്തിൽ തർക്കമില്ല. തുടർന്ന് ഏറ്റവും അവസാനം നമുക്കറിയാം ഒരുപാട് വിഷയങ്ങളുണ്ടായി. ഏറ്റവും അവസാനം ഇടുക്കിയിൽ വന്ന താങ്കൾ സൂചിപ്പിച്ച മാധ്യമപ്രവർത്തകൻ്റെ കഴുത്തിന് പിടിച്ച് തള്ളുന്നത് അത് മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ് തന്നെയാണല്ലോ. മാധ്യമപ്രവർത്തകൻ്റെ കഴുത്തിന് പിടിച്ച് തള്ളുമ്പോൾ മുഖ്യമന്ത്രിയുടെ തൊട്ട് പിറകിലുള്ള റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന MLA മന്ത്രി അദ്ദേഹം ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്, നമ്മളത് കാണുന്നുണ്ട്. അപ്പോഴും മുഖ്യമന്ത്രി നോക്കി ഒരു ചിരിയൊക്കെ പാസ്സാക്കി ഗംഭീരമായിട്ടുണ്ടാ മോനെ നീ ചെയ്ത പ്രവൃത്തികൾ എന്ന അദ്ദേഹം വന്നതിനാണ് ജില്ലാ സെക്രട്ടറി ഒരു ബൊക്കെ കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ. അപ്പോൾ അവിടെയും മാധ്യമപ്രവർത്തകരുടെ കഴുത്തിന് പിടിച്ച് തള്ളുന്ന ഒരു സാഹചര്യം. എനിക്ക് അവിടെ ഒരു പരാതിയുണ്ട് ഗോപികൃഷ്ണൻ. ഞങ്ങളെ സംബന്ധിച്ച് പലരും ചോദിക്കാറുണ്ട് നിങ്ങളെന്താ പ്രതികരിക്കാത്തതെന്ന്. ഞാൻ തിരിച്ചു ചോദിക്കുന്നു, KUWJ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നതൊഴിച്ചാൽ നിങ്ങൾക്കും ഒരു നടപടി സ്വീകരിക്കാമായിരുന്നു.
നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ ഒരു ദിവസത്തേക്ക് ഇങ്ങനെ ഞങ്ങളുടെ മാധ്യമപ്രവർത്തനെ കൈയേറ്റം ചെയ്തിരിക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങൾ ഒരു ദിവസം മുഖ്യമന്ത്രിയുടെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും റിപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങൾ തീരുമാനിച്ചിരുന്നെങ്കിൽ അവിടെ തീരുമാനിക്കുന്ന പ്രശ്നം. നിങ്ങൾ അതിന് തയ്യാറായില്ല എന്നൊരു പരാതിയും എനിക്കുണ്ട്. ഏതായാലും അതിൻ്റെ വ്യക്തിപരമായ പരാതിയായിട്ട് നിൽക്കട്ടെ. അതിനപ്പുറത്തേക്ക് ഇന്നലെ ആലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നത് നോക്കൂ. ആലപ്പുഴയിൽ എന്താ സംഭവിച്ചത്? ആലപ്പുഴയിൽ 2 ചെറുപ്പക്കാർ, ഒരാൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി, ഒരാൾ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ്. ആ 2 ചെറുപ്പക്കാർ, 2 വിദ്യാർത്ഥികൾ അവർ കരിങ്കൊടി കാണിച്ചു. നമ്മളെല്ലാം കണ്ടുപിടിക്കല്ലേ. അവർ കരിങ്കൊടി കാണിക്കുമ്പോൾ ഒരു SIയും ഒരു ASIയും 2 പോലീസുകാരും ചേർന്ന് കാക്കിയിട്ട ലോക്കൽ എന്താ പറയുക ലോ ആൻഡ് ഓർഡർ നോക്കേണ്ട അവർ പിടിച്ചു മാറ്റി അവരെ ഒരു കടയുടെ മൂലയിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അവിടെ ആ ഇഷ്യൂ കഴിഞ്ഞു. എപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയതിനു ശേഷം ഈ 4-5 പോലീസുകാരുടെ കയ്യിലേക്ക് അവർ കീഴടങ്ങപ്പെട്ടു. അവരെ മാറ്റി നിർത്തുന്നു. അപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് തൊട്ടുപിറകിൽ വന്നിട്ടുള്ള വാഹനത്തിൽ നിന്ന് 3-4 പേർ കമാൻഡോസിൻ്റെ വേഷം ധരിച്ചവനുണ്ട്, വെള്ള ഷർട്ടിട്ട അനിൽ എന്ന് പറയുന്ന ക്രിമിനലുണ്ട്. അവരിറങ്ങി തലങ്ങും വിലങ്ങും അടിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഒരു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ, ഒരു മന്ത്രിയുടെ ഗൺമാൻ എവിടെയാണ് ഉണ്ടാകേണ്ടത്? അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എവിടെയാണ്? ഒരു മുഖ്യമന്ത്രിയുടെ ഗൺമാനാണെങ്കിൽ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടാകണം. മുഖ്യമന്ത്രിക്ക് സുരക്ഷ കൊടുക്കണം. മുഖ്യമന്ത്രിയിലേക്ക് ആരെങ്കിലും വന്നാൽ അവിടെ നിൽക്കാനാണ് അദ്ദേഹത്തിന് ജോലി. ഇവിടെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത് സാധാ പോലീസുകാർ തന്നെയാണ്. അവരത് ചെയ്തിട്ടുണ്ട്. അവരുടെ കസ്റ്റഡിയിലിരിക്കുകയാണ്. അവരെ ഉൾപ്പെടെ തള്ളിയിട്ടുകൊണ്ടാണ് ഈ ക്രിമിനലായ അനിൽ, അവൻ്റെ നേതൃത്വത്തിൽ, സന്ദീപിൻ്റെ നേതൃത്വത്തിൽ ഈ 2 ചെറുപ്പക്കാരെ ഇത്ര മൃഗീയമായി മർദ്ദിച്ചിട്ടുള്ളത്. വേറൊരുത്തവൻ സന്ദീപ്, അവനെ നമുക്കറിയാം, പട്ടം പൊട്ടക്കുഴിയിലുള്ള സന്ദീപ്. ഇവർ ഉൾപ്പെടെ ബാക്കിയുള്ള കമാൻഡോസ് വേഷത്തിൽ നടക്കുന്ന കൊടും ക്രിമിനലുകൾ. ഈ ക്രിമിനലുകളെ വെച്ച് വൈകുന്നേരം അടിച്ചിട്ട് വൈകുന്നേരം കണക്കെണ്ണി മുഖ്യമന്ത്രിയോട് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു ആനന്ദലബ്ധി ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും അനിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ യാത്രയുമായി മുന്നോട്ട് പോകുന്നത്. ഇന്നലത്തെ ആ വിഷ്വൽസ് മാത്രം മതിയല്ലോ കേരളീയ സമൂഹത്തിന് ഇതേക്കുറിച്ച് ബോധ്യപ്പെടാൻ. അവരെന്താ ചെയ്തിട്ടുള്ളത്? ഒരു കരിങ്കൊടി എടുത്ത് കാണിച്ചു. അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഗൺമാനാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ പൊസിഷൻ എവിടെയാണ് ഗോപികൃഷ്ണൻ? താങ്കളൊന്ന് പറയൂ. വേറൊരു വാഹനത്തിലാണോ യാത്ര ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇങ്ങനെ ലാത്തി എടുത്ത് ഉപയോഗിക്കാൻ കഴിയും? അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഗണ്ണുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോടൊപ്പമാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ തൊട്ടുപിറകിലുള്ള വാഹനത്തിൽ അദ്ദേഹത്തിന് എങ്ങനെ സഞ്ചരിക്കാൻ കഴിയുക? കമാൻഡോസ് സ്വാഭാവികമായിട്ടും കമാൻഡോസ് മുമ്പിലും പിറകിലും പൈലറ്റും എസ്കോട്ടും കമാൻഡോസ് തന്നെയാണ് പോകുന്നത്, സമ്മതിക്കുന്നു. പക്ഷേ ഗൺമാൻ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് പുറത്തിറങ്ങി മറ്റൊരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്? ക്രമവിരുദ്ധമല്ലേ? ചട്ടവിരുദ്ധമല്ലേ? നിയമവിരുദ്ധമല്ലേ? അങ്ങനെയുള്ള ആൾ എങ്ങനെയാണ് ഈ പ്രവർത്തകരെ അടിക്കുന്നത്? അദ്ദേഹത്തിന് എന്ത് നിയമത്തിൻ്റെ പിൻബലത്തിലാണ് അദ്ദേഹത്തെ ഈ ലാത്തി കൊണ്ടുവന്ന് ഈ പ്രവർത്തകരുടെ തലി തകർത്തത്? എന്ത് നിയമത്തിൻ്റെ പിൻബലത്തിലാണ്? അപ്പോൾ ഇത്തരത്തിലുള്ള ആ ചെയ്തതിന് ശേഷം മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിക്കുന്നു. ഞാൻ കാണുമ്പോൾ മറ്റേ ആക്ഷനൊക്കെയാണ്, കഥകളി കണ്ടെത്തുന്ന പോലെ ആക്ഷനൊക്കെ നടത്തിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമല്ലേ ഗോപികൃഷ്ണൻ? ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാകട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ക്രിമിനൽ മനസ്സാണ്. ഇത്രയും ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളൊരു മനുഷ്യൻ ഈ കേരളത്തിലില്ല, ഒരു രാഷ്ട്രീയക്കാരനും ഉണ്ടാകില്ല. അത്തരത്തിൽ ആ ചെറുപ്പക്കാരെ തല തല്ലി പൊളിച്ചിട്ടും ഞാൻ അത് കണ്ടിട്ടില്ല, ഞാൻ കണ്ടതൊക്കെ വേക്കെ. ഞാൻ അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കുന്നത്, താൻ കാണാത്തതൊന്നും താൻ വിശ്വസിക്കില്ലെങ്കിൽ തനിക്ക് പല കാര്യങ്ങൾക്കും ഉത്തരം കിട്ടാൻ ഇനിയുമുണ്ട് എന്ന് മാത്രം മുഖ്യമന്ത്രി ഓർമ്മിക്കാൻ ഈ അവസരത്തിൽ മാത്രമല്ല സന്ദീപ്, സന്ദേശമാണ് മുഖ്യമന്ത്രി. നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരാം.